പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അബ്രഹാം ഗരാർ എന്ന ദേശത്ത് ചെന്ന് പാർക്കുമ്പോൾ അവിടുത്തെ രാജാവായ അബീമലേക്കിന്റെ അടുക്കൽ സാറ പോകേണ്ടി വന്നു. അവിടെ പറയുന്നത്, അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെഗദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെക്കുറിച്ച്, അവൾ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബീമലേക്ക് ആളയച്ചു സാറയെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമലേക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബീമലേക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെ നീ കൊല്ലുമോ? ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എൻ്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. ഇവിടെ ദൈവം സ്വപ്നത്തിൽ അബീമലേക്കിനോട് സംസാരിക്കുന്നത്, സാറയെ തൊടാതെ സൂക്ഷിച്ചത് അബീമലേക്കിന്റെ ശക്തി കൊണ്ടോ അബീമലേക്കിന്റെ വിശുദ്ധി കൊണ്ടോ അബീമലേക്കിന്റെ ഇച്ഛാശക്തി കൊണ്ടൊന്നുമല്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പല പാപങ്ങളും സംഭവിക്കാതിരുന്നത് നമ്മളുടെ വിശുദ്ധി കൊണ്ടാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മളുടെ ഏതെങ്കിലും ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ച കൊണ്ടാണ്, ദൈവത്തോടുള്ള ആ സ്നേഹം കൊണ്ടാണ് പല പാപങ്ങളും ചെയ്യാതിരുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്, പാപം നമ്മെ പിടിക്കാതെ വണ്ണം നാം ആ പാപത്തിൽ പെട്ടുപോകാതെ വീണുപോകാതെ നിലനിന്നത് ദൈവം ആ പാപം ചെയ്യാതെ നമ്മെ തടുത്തത് കൊണ്ടത്രേ. കർത്താവ് പറയുന്നത്, നീ എന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിനെന്നാണ്. ഹല്ലേലൂയ. ആ ഒരു ഹല്ലേലൂയ സ്തോത്രം മർമ്മം നാം മനസ്സിലാക്കണം. നാം മനുഷ്യരോട് ചെയ്യുന്ന പാപവും ആത്യന്തികമായി അത് ദൈവത്തോടാണ് എന്ന് നാം മനസ്സിലാക്കണം. ദാവീദ് ഹല്ലേലൂയ ഊരിയാവിന്റെ ഭാര്യയോട് പാപം ചെയ്തെങ്കിൽ ആ മനുഷ്യരോട് മാത്രമല്ല അവിടെ പാപം ചെയ്തത്. ദാവീദ് പറയുന്നത്, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 51 എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, ദൈവത്തോട് ഞാൻ പാപം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. നാം ചെയ്യുന്ന പാപങ്ങൾ ഒരു മനുഷ്യരോട് ചെയ്യുന്നതാണെങ്കിൽ, ഒരു മനുഷ്യരോട് ഒരു തെറ്റ് ചെയ്താലും ആ പാപത്തിന്റെ ആത്യന്തികമായി ദൈവത്തോടാണ് ആ പാപം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ അബീമലേക്കിനെ പാപം ചെയ്യാതെ തടുത്തു നിർത്തിയ ഒരു ദൈവമുണ്ട്. അവനോട് ദൈവം സംസാരിക്കുന്നത്, അത് നിന്റെ ഇച്ഛാശക്തി കൊണ്ടോ നിന്റെ നന്മ കൊണ്ടോ നിനക്ക് നിന്റെ എന്തെങ്കിലും ആ ശക്തി കൊണ്ട് നീ പാപം ചെയ്യാതിരുന്നതല്ല, മറിച്ച് ഞാൻ നിന്നെ തടുത്തു. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിന്നോട് സംസാരിക്കുന്നത് അതിനു വേണ്ടിയാണ്, നീ ആ പാപത്തിൽ കൈനീട്ടാതിരിക്കേണ്ടതിനാണ്. പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പലപ്പോഴും വിലക്കിയിട്ടും നാം ആ പല പാപങ്ങളിലും പെട്ടുപോയത്, പല പാപങ്ങളും നാം ചെയ്തു പോയത് ഹല്ലേലൂയ അത് നമ്മളുടെ പിഴവ് കൊണ്ടത്രേ. ദൈവം നമ്മോട് പലപ്പോഴും സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ പല ഹല്ലേലൂയ അടയാളങ്ങൾ തന്നിട്ടും പല മുന്നറിയിപ്പുകൾ തന്നിട്ടും നാം പലപ്പോഴും പാപത്തിൽ വീണുപോയത്, പല പാപങ്ങളും നാം ചെയ്തു പോയത് അത് നമ്മളുടെ പിഴവ് കൊണ്ടത്രേ. ദൈവം പലപ്പോഴും നമ്മെ തടുക്കുന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ അബീമലേക്ക് സ്വപ്നത്തിൽ ഹല്ലേലൂയ ദൈവം സംസാരിച്ചത് ഹല്ലേലൂയ അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത മനുഷ്യരോട് ദൈവം സ്വപ്നങ്ങളിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഹല്ലേലൂയ ആ സ്വപ്നത്തിൽ അവനോട് ഇടപെട്ടപ്പോൾ അത് മനസ്സിലാവുകയും അവൻ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുകയുണ്ടായി. സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് ഈ ജഡത്തെയും പാപത്തെയും ജയിക്കാൻ കഴിയുകയില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ആ ജഡത്തിന്റെ ചിന്തയായ മരണം നമ്മിൽ വ്യാപരിക്കാതിരിക്കേണ്ടതിന് ഇവിടെ ഹല്ലേലൂയ അബീമലേക്കിനോട് പറയുകയാണ്, സ്തോത്രം, നീ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അബീമലേക്കിനോട് രാത്രി വന്ന് പറയുക, നീ ആ സ്ത്രീയെ തൊട്ടാ നീ മരിച്ചു പോകും, നീ നിന്റെ കുടുംബമെല്ലാം മരിക്കും. എന്നിട്ട് തന്നെ അവിടെ ഒരു ഒരു ന്യായവിധി അവിടെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, അബീമലേക്ക് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ ദാസിമാരെല്ലാം ഗർഭം ദൈവം അടച്ചു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവം അവരെ സൗഖ്യമാക്കി. അബ്രഹാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
ദൈവം അവരെ സൗഖ്യമാക്കുകയുണ്ടായി. ഹല്ലേലൂയ എന്ന് നാം വായിക്കുന്നു. അപ്പോൾ പാപമെന്ന് പറയുന്നത് നന്മയ്ക്ക് വിരുദ്ധമാണ്. നമ്മുടെ നന്മകളെ മുടക്കുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. ദുഃഖം കൊണ്ടുവരുന്നതാണ് പാപം എന്ന് പറയുന്നത്. ആ പാപം നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് കാരണമാകാതെ ദൈവമാണ് നമ്മളെ സൂക്ഷിച്ചത്, ദൈവമാണ് നമ്മളെ കരുതിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ അധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടോ നമ്മളുടെ ഏതെങ്കിലും പവർ കൊണ്ട് ഈ പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ഈ പാപത്തെ ജയിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ മുന്നറിയിപ്പുകൾ, പരിശുദ്ധാത്മാവിന്റെ ആ തടുക്കൽ നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കുവാനാണ് നമുക്കൊരു ആത്മീക ജീവിതം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആ ശബ്ദം എപ്പോഴും കേൾക്കുവാൻ നാം തയ്യാറാകണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ എന്താണ് പറയുന്നത്, നാം ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഇത് തെറ്റാണ്, ഇത് പാപമാണ്, ഇത് തുടരുത്, ഇത് കാണരുത്, ഹല്ലേലൂയ, ഇത് നോക്കരുത്, ഇത് കേൾക്കരുത് എന്ന് പറഞ്ഞ് നമ്മെ തടുത്തു നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഒരു ജയജീവിതം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്തകളെ അടക്കുവാൻ കഴിയത്തുള്ളൂ. അവർക്ക് മാത്രമേ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയത്തുള്ളൂ, ആത്മമരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ടിട്ടും ഗ്രഹിച്ചിട്ടും അനുസരിക്കാതെ പോകുന്നവർക്ക് അബീമേലെക്കിനോട് പറഞ്ഞതുപോലെ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവന് ആത്മമരണം അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവ് അവിടെ നിർജീവമായി പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് സജീവമാണെങ്കിൽ ആ ആത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നാം കാത് കൂർപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.